സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുകളിലുള്ള ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് കയറാനാണ് ഇന്നത്തെ പ്ലാൻ. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോഴേ അധികം ലാഗാക്കാതെ എല്ലാവരും പെട്ടെന്ന് വന്നു. അങ്ങനെ യാത്ര തുടർന്ന് കുറച്ചായപ്പോ ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി പോവാന്ന് ഓർത്തു. ഇതിന്റെ ഡോറ് വൺ സൈഡ് ആയതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ എല്ലാവരും കയറാൻ പറ്റും. പൈസ കൂടുമ്പോ സൗകര്യം കുറയാന്നുള്ളതാണ് അതിന്റെ രീതി. ട്രിപ്പ് പോകാൻ വേണ്ടി മാത്രം വർക്ക് ഫ്രം കാറാക്കി ലീവ് എടുത്ത് വന്നേക്കോ റിസ്വാൻ. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രകളിൽ നമ്മൾ സ്ഥലം എത്തി കേട്ടോ. ജീവനും കൈ പിടിച്ചോണ്ട് വരാന്നൊക്കെ പറയുന്ന പോലെ ചോരുന്നോണ്ട് പെട്രോളിന് കൈ പിടിച്ചോണ്ട് അവന്മാർ വന്നു. അങ്ങനെ ബിസ്മി പറഞ്ഞ ഞങ്ങൾ എൻട്രൻസിൽ കയറി കേട്ടോ. യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് പാതയൊന്നും അങ്ങനെയില്ല. കണ്ണീ കാണുന്ന വഴിയിൽ അള്ളിപ്പിടിച്ച് കയറി പോവാ, അതാ പരിപാടി. റോഡിലോട്ട് കയറുന്നോറും ഈ വഴിയൊക്കെ തിരിച്ചിറങ്ങണല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ വിഭ്രാന്തി വരും. പക്ഷെ പേടിക്കാനൊന്നും കേട്ടോ, അത് എങ്ങനെയൊക്കെ ഇറങ്ങി വന്നു. അതാണ് ഇവിടുത്തെ ഒരു ശാസ്ത്രം. മുകളിലെത്തിയിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നടക്കും. മുകളിലെത്തുന്നതിൽ നമുക്ക് ടോട്ടൽ 3 കിലോമീറ്റർ നടക്കണം. അങ്ങനെ ഒന്ന് ആഞ്ഞു പിടിച്ച് നമ്മൾ നടന്നപ്പോ ലെവൽ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അതിന്റെ സന്തോഷമാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ലെവൽ 2 എന്ന് പറയുന്നത് നരകപാലം കിടന്ന് ആ കാണുന്ന ടോപ്പിലെത്തണം. പിന്നെ നമ്മൾ ഒന്നും നോക്കിയാൽ നരകപാലത്തെ അങ്ങോട്ട് കാല് വെച്ചു. ഇതിന്റെ ഈ ബ്യൂട്ടി മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ കാണും, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാൻ പാടില്ല. താഴെ നോക്കിയാൽ ഞങ്ങൾ കയറിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ട് മുമ്പത്തെ ഷോട്ടിലുള്ള വീഡിയോയുടെ മുകളിൽ നിന്നുള്ള സെയിം വ്യൂ ആട്ടോ ഇത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുകളിലാട്ടോ. ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോ എന്റെ മാമാടെ ഭാഗം വീട്ടിൽ പറയാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വീഡിയോ വൈറലായിട്ട് വേണം ഇവനൊന്ന് വീട്ടിൽ എയറിലാക്കാൻ. എന്തായാലും നല്ല അടിപൊളി വൈബായിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ ഇട്ടേക്ക്, എല്ലാവരും പോയി കാണണം. കൃത്യം 3:30 ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാ. തിരിച്ച് താഴെ എത്തിയപ്പോ സമയം 6:45. അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് പെട്ടെന്ന് തന്നെ പേട്ടയ്ക്ക് വിട്ടു കേട്ടോ. അപ്പൊ ഓക്കെ എന്നാ.